السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. റഹ്മാനായ റബ്ബ് അവന്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട സുന്ദരികളാണ് ഹുർലിങ്ങൾ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അവർ മണിമുത്തുകളാണ്, മണിമുത്ത് രത്നങ്ങളാണ്. ദുനിയവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് വേണ്ടി അല്ലാഹു പടക്കപ്പെട്ടവരാണ്. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. സൂറത്തുൽ വാഖിയയിലൂടെ നമ്മൾ പഠിച്ചില്ലേ, അവര് ഒരു കോപ്പയിൽ വെള്ളവുമായി പാനീയങ്ങളുമായി സ്വർഗത്തിൽ കിടക്കുന്ന അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അവരുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ, സാലിഹീങ്ങളായ ഭർത്താവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ റാണികൾ ഹൂർലിങ്ങൾ അവര് പറയുമത്രേ, നീ അവനെ വേദനിപ്പിക്കണ്ട, നീ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അവൻ നിന്റെ അടുക്കൽ ഒരു വിരുന്നുകാരൻ മാത്രമാണ്. കുറച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഹൂർലിങ്ങൾ പറയുമെന്നും ഹദീസിൽ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വാലിഹീങ്ങളായ നമ്മുടെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുകയോ അവർക്ക് വിഷമമുണ്ടാക്കുന്ന വർത്തമാനങ്ങളോ നമ്മൾ പറയാൻ പാടില്ല. നിരവധി സംഭവങ്ങൾ ഹദീസിന്റെ താളുകളിൽ കൂടെ മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടക്കുകയാണ്. ജിബ്രീലിന്റെ കൂടെ നടക്കുകയാണ്. ജിബ്രീലിന്റെ കൂടെ നടക്കുമ്പോൾ സ്വർഗം ഒന്നാകെ പ്രകാശിക്കുന്ന ഒരു പ്രകാശം അടിച്ചു വീശുകയുണ്ടായി. സ്വർഗം ആകെ തിളങ്ങി വിളങ്ങി. ഇത് കണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ സുജൂദിലായി വീഴുകയാണ്. സുജൂദിൽ വീണപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് തങ്ങൾ ഇപ്പോൾ ഇവിടെ സുജൂദിൽ വീണത്? മുത്തുനബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ജിബ്രീലെ, സ്വർഗം തിളങ്ങി വിളങ്ങി, സ്വർഗത്തിൽ അതിൻ്റെ രംഗം നിങ്ങൾ കണ്ടില്ലേ? പ്രകാശപൂരിതമായി കണ്ടില്ലേ? അള്ളാഹുവിൻ്റെ പ്രകാശം, സ്വർഗമാസകലം അടിച്ചു വീശുന്ന പ്രകാശം സ്വർഗത്തിൽ ആകെ തിളക്കമാർന്നില്ലേ ജിബ്രീലെ? ഉടനെ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അത് സ്വർഗത്തിലെ പ്രകാശം അല്ല നബിയെ. സ്വർഗത്തിൻ്റെ പ്രകാശം അതൊന്നും അല്ല നബിയെ. അത് അള്ളാഹുവിൻ്റെ പ്രകാശം അല്ല, അത് സ്വർഗത്തിലെ പ്രകാശവും അല്ല. തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നബിയെ. അത് അല്ലാഹു തആല അവൻ്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി, സാലിഹീങ്ങളായ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മുത്തക്കീങ്ങളായ അടിമകൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഹൂർലീങ്ങൾ എന്ന് പറയുന്ന ആ സുന്ദരികളാണ് നബിയെ. അവരിൽ നിന്ന് ഒരു പെണ്ണ് അവളുടെ പല്ല് അല്പം പുറത്തു വന്നപ്പോൾ
അല്പം അവളൊന്ന് പുഞ്ചിരിച്ചപ്പോൾ നബിയെ ആ സ്വർഗം ഒട്ടാകെ തിളങ്ങിപ്പോയി നബിയെ. അങ്ങനെയുള്ള സുന്ദരികളാണ്, റാണികളാണ് സ്വർഗത്തിൽ അല്ലാഹു അവന്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി പടക്കപ്പെട്ടത് എന്ന് മുത്തുനബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുനബി തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ ഹൂറുല്ലീങ്ങൾ ഫാത്തിമ ബീവിയെ കാണുമ്പോൾ അവർ പാട്ടുപാടുമത്രേ, ഞങ്ങൾ നിസ്കരിക്കാത്തവരാണ്, ഞങ്ങൾക്ക് നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, സൽക്കർമ്മങ്ങൾ ചെയ്യണ്ട, ഞങ്ങൾ ഇന്ന് സ്വർഗത്തിലാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാരാണ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത സദ്വൃദ്ധരായ നല്ല ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങളെ കാട്ടിയും ഉന്നത സ്ഥാനം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഹൂറുല്ലീങ്ങളായ സ്ത്രീകൾ ഫാത്തിമ ബീവിയെ കാണുമ്പോൾ, ദുനിയാവിലെ പെണ്ണുങ്ങളെ കാണുമ്പോൾ നഹനുൽ ഖാലിദാതു ഫലാ നബീദു, നഹനുൽ ഖാലിദാതു ഫലാ നബീദു എന്നുള്ള പാട്ടും പാടി അവരിങ്ങനെ അഹങ്കരിക്കുമ്പോൾ ഫാത്തിമ ബീവി അവിടുന്ന് പറയുന്നു, നഹനുസ് സായിമാത്തും, ഞങ്ങൾ നോമ്പെടുത്തവരാണ്, ഞങ്ങൾ നിസ്കരിച്ചവരാണ്, ഞങ്ങൾ മക്കളെ പ്രസവിച്ചവരാണ്, അങ്ങനെ നിരവധി ആൽമാലുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങളെ കാട്ടിയും സ്ഥാനം ഞങ്ങൾക്കാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന സമയത്ത് അള്ളാഹു അതിൽ ഇടപെട്ടുകൊണ്ട് പറയുന്നു, ഹൂറുല്ലീങ്ങളെ നിങ്ങൾ അടങ്ങോ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നിങ്ങൾ അടങ്ങും. നിങ്ങൾ നിസ്കരിക്കാതെ, നിങ്ങൾ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി ഞാൻ പടക്കപ്പെട്ടവരാണ് എങ്കിൽ എൻ്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ഇവർ മക്കളെ പ്രസവിച്ചവരാണ്, അവർ ഭർത്താവിനെ അനുസരിച്ചവരാണ്, നിസ്കരിച്ചവരാണ്, പാതിരാവിൽ എണീച്ചിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് എൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് സ്ഥാനം നിങ്ങൾക്കാണ്. ഫാത്തിമ ബീവിയോട് വിളിച്ചു പറഞ്ഞു, ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ് സ്ഥാനം കൂടുതൽ. അവരുടെ ഭർത്താക്കന്മാരിലേക്ക് അവരെ സുന്ദരികളായ ഹൂറുല്യങ്ങളെ കാട്ടിയും സൗന്ദര്യം അള്ളാഹു നൽകി അവരുടെ ഭർത്താക്കന്മാരിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്ന് മുത്തുനബി തങ്ങൾ സയ്യിദുൽ വുജൂദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഫാത്തിമ ബീവിയുടെ കൈപിടിച്ച് പാട്ട് പാടുന്ന വനിതകളാകണ്ടേ നിങ്ങൾക്ക്, ഹൂറുല്യങ്ങളോട് തർക്കിക്കുന്ന വനിതകളാകണ്ടേ നിങ്ങൾക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഫാത്തിമ ബീവിയുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കടക്കുന്ന യഥാർത്ഥ വനിതകളിൽ എൻ്റെ കൂട്ടായ്മയിലുള്ള എല്ലാ ഉമ്മപങ്ങന്മാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.